സത്യ സത്യ എവിടെയായി ചേക്കാൻ ഇരിക്കണത് എന്തിനാ അവിടെ നിൽക്കണത്? നമ്മുടെ വീട് തന്നെയല്ലേ? സത്യ എന്താ ഇവിടെ ഇരിക്കും ഇനിയിപ്പോ? ശീതളന്മാരാണ്. മനസ്സിലായോ? ഇല്ല. മൂത്ത മോനാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ അത് ശരി. കാര്യത്തിലേക്കായിട്ട് ഞാൻ ഒന്ന് വിളിക്കുകയാണ്. എന്താ വെടി നാട് വരാറുന്നില്ലേ? എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒന്നും കാര്യത്തിന് ഒരു കാര്യം നടക്കണില്ല. ഞാനേ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. ഇത് വന്ന് കിടന്നതേ ഉള്ളൂ. അപ്പളേക്ക് രാവിലെ ഓരോരുത്തർ വരികയാണ്. ഒരാള് വന്നിപ്പോ അവിടെ പോയേ ഉള്ളൂ. അപ്പളേക്ക് ശീതളമാല വന്നോണ്ട് പറയല്ലോ കേട്ടോ. ഞാൻ വന്നത് എന്താ വെച്ചാല് നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ 1-2 വർഷമായില്ലേ അതൊക്കെ മുടങ്ങി കിടക്കണോ? ഒന്നും ജയിലൊന്നും ഇല്ലല്ലോ. ഈ വർഷം ഒന്ന് ഗംഭീരായിട്ട് നടത്തുണ്ടോ? കുറച്ച് കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഒന്ന് നന്നാക്കി ചെയ്യണം. വേണേ അതൊക്കെ വേണം, എന്നാലേ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു ദിവസത്തെ പരിപാടിയായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റില്ല. ഒരു 1-2 ദിവസം പരിപാടികളായിട്ട് 2 ദിവസത്തെ 2 ദിവസം വേണ്ട, അല്ലാണ്ട് തീരില്ല. ചാക്യാർ കൂത്ത് വിളിക്കുന്നത്. ചാക്യാർ കൂത്തൊക്കെ എന്തിനാണ്? അത് ഈ വിളിക്കണ ഇപ്പൊ നമ്മള് ക്ഷേത്രകല എന്തെങ്കിലും ഒന്നും വെക്കാണ്ട് പറ്റില്ല. അപ്പൊ കഥകള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വായും പൊളിച്ചിരിക്കാന്നല്ലാണ്ട് മനസ്സിലാവില്ലേ? ആർക്കൊന്നും മനസ്സിലാവും. ചാക്യാർ കൂത്താകുമ്പോ ഈ ഇരിക്കുന്നവരോടൊക്കെ എന്തിനൊക്കെ തമാശ പറഞ്ഞിട്ടേ അവർക്ക് ഒരു രസാക്കുമല്ലോ. എന്നാ പിന്നെ പൊറാട്ട് നാടകം വെച്ചാ മതിയല്ലോ. ക്ഷേത്രകാലം എന്തിനും വെക്കാണ്ട് അങ്ങനെയാണ്. അതില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഒന്നങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന അവർക്ക് എല്ലാവർക്കും ചാക്യാർ കൂത്ത് അതൊന്നും അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി എന്തിനും വെക്കണം എന്ന് പറയണു. ഇനിയും പരിപാടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്താ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഗാനമേള വയ്ക്കണം. ഗാനമേളയോ? ആരെ എന്നിട്ട് ഗാനമേളക്ക് വിളിച്ചത് നിങ്ങള്? ഡിക്സൺ കുന്നുമ്മേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തുണ്ടല്ലോ, നല്ല ഗംഭീരനാണ്. ഡിക്സൺ? ഡിക്സൺ കുന്നുമ്മേൽ. ആ ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് കറുത്ത പാന്റും വെള്ള ഷൂവും ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ പാട്ട് പാടുന്ന ആളല്ലേ? അവന്റെ ഫോട്ടോ കണ്ടു ഞാൻ. എനിക്ക് അവനെ കണ്ട ഛർദിക്കാൻ വരും. നീ ഛർദിക്കണം? അയ്യേ കൊള്ളൂല, അവൻ വേണ്ട. എന്തിനാണ്? അത് ചെറുപ്പക്കാരൻ. നീ കാണണ്ട, നീ ആ ചാക്യാർ കൂത്ത് കണ്ടാ മതി. അല്ല ശീതളമാവാ, ഇതിനൊക്കെ പൈസ വേണ്ടേ? ഈ 2 ദിവസത്തെ വലിയ വലിയ പരിപാടിയൊക്കെ വെച്ചിട്ട് പൈസ ഇല്ലാണ്ട് പിന്നെ ചാമയ്ക്ക് നടക്കുവോ? അതൊക്കെ ചെയ്യണോ? എങ്ങനെയാ പിരിക്കാണ്? നോക്കാന്നേ എന്താ ചെയ്യണ്ടെന്നൊക്കെ ആലോചിക്കണം. അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താപ്പോ നിന്റെ വർഷത്തുനിന്ന് ഇപ്പൊ എന്താ ഉള്ളത് ചോദിച്ചാൽ അതൊന്ന് പറയാ. ഞാനെന്താ ഞാൻ ഇപ്പൊ നടക്കണ പരിപാടിയിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭാവന ഞാനെന്തായാലും 100-100 ഉറുപ്പ്യ. എന്താ തമാശയൊക്കെ നന്നായി. തമാശ അത്രയൊക്കെ പറ്റുള്ളൂ. അതൊന്നും നടക്കില്ല. 250 എഴുതുക. അതേ നമ്മുടെ കുടുംബത്ത് ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്തൊരു മാസ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാദ്യം കാണുക. അതുകൊണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നീ ഇപ്പൊ ഞാൻ വേറൊന്നും പറയില്ല. 2 കാര്യങ്ങൾ. ഒന്ന് ഇപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമേള എന്ന് പറയല്ലോ, അതും പിന്നെ അന്നദാനവും കൂടിയിട്ട് നീ ഏറ്റെടുക്കുക. അതെ അല്ലല്ല, എനിക്ക് എവിടെ ജോലി നിങ്ങളുടെ വിചാരം? KSRTC-ലാണ് ഞാൻ പണിയെടുക്കണത്. എന്താണ് ഇത്രയും വലിയ ട്രെയിൻ കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ വണ്ടി ഏതാ? അതുകൊണ്ട് കാര്യമില്ല. ശമ്പളം ഒന്നുമില്ലേ? ശമ്പളം കിട്ടണില്ല. ഇനി എങ്ങാനും കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നെ പകുതി കിട്ടും. അങ്ങനെയൊക്കെയാ പോണത്. എന്തൊക്കെയായി പറഞ്ഞത്? ഇപ്പൊ എങ്ങനെയപ്പോ നോക്കാൻ പാടാ. ഞാൻ എങ്ങനെയാ ഇതൊക്കെ നടത്തണ്ടെന്ന് ഇപ്പൊ എനിക്ക് പെടുത്തല്ല. അപ്പൊ പറ്റണ രീതിയിൽ നടത്തുക, അതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാ, അവന്റെ സ്ഥിതിഗതികളൊക്കെ കേട്ടുള്ളതൊന്നും പുറത്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല. സത്യമാണ് ഈ പറഞ്ഞത്. അവൻ നുണ പറയില്ല. സത്യാവസ്ഥയാണ് ആ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഒരു 5000 ഉറുപ്പ്യ അങ്ങോട്ട് എഴുതി കൊടുക്കും. മതി, അത് മതി. ബാക്കിയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ഒരു 500 അതൊക്കെ നിനക്ക് പറ്റും. ദേവിയുടെ കടാക്ഷം ഉണ്ടായ പോലെ പറ്റും. ദേവിയുടെ കടാക്ഷം കണക്കന്നെയാണ്. അതൊക്കെ കിട്ടും. നീ ഉണ്ടാണ്ട്. ഇത് ഞാൻ അന്നദാനത്തിനായിട്ട് തന്നെയാണ് വെക്കുന്നത്. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. 5000 ഉറുപ്പ്യ ഞാൻ തരണ്ടേ? അത് തരാനൊന്നും പറ്റില്ല. ഉണ്ടാണ്ട് കാണാം. അല്ലാണ്ട് ദേവൂടെ ഉണ്ടാക്കണം ഞാനെല്ലാം കൂടി. അപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ആവട്ടെ. അവളെവിടെ? കുളിക്കണേ.
സമയം 10-12 മണിയായി. ഇനിയിപ്പോ എന്നാ വേറൊന്നുമില്ല. അപ്പൊ പറഞ്ഞു പോയി. ഓ ആയിക്കോട്ടെ. അപ്പൊ ഇറങ്ങിക്കോളൂ. ആ ശരി ശരി. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം. കുറെ നാളായി വന്നിട്ടൊക്കെ. ആ കൊണ്ട് വെച്ചുണ്ടാക്കിയത് കഴിച്ചിട്ടൊക്കെ കുറെ നാളായി. കാലിമാരി ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്നാലും അച്ഛനോട് നമ്മൾ പറയണല്ലോ. കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ സംഘടനയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പോയതാ. നടക്കുവോ? അത് പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ കിട്ടിയാ കിട്ടിയില്ലെങ്കില്ല. എന്താ പാവ. അല്ല അത് ഇന്നെ പറഞ്ഞാ മതി. പണ്ടൊക്കെ KSRTC ഡ്രൈവർമാര് എന്ന് പറഞ്ഞ ഒരു മതിപ്പുണ്ടാകും. പിന്നെ ശമ്പളത്തിന് പുറമെ അവര് വിചാരിച്ചാൽ അവർക്ക് ഒരുപാട് കാശുണ്ടാക്കായിരുന്നു. അങ്ങനെ സുഖട്ടാ പറയട്ടെ. അതെ, അതാ ഞാൻ പറഞ്ഞപ്പോഴവർക്ക് അത് അറിയില്ല. ഞാൻ ഓടുന്ന റൂട്ടിലെ എന്റെ ബസ്സിന്റെ തൊട്ടു പിറകുള്ള പ്രൈവറ്റ് ബസ്സിന്റെ ഓണർ എന്നെ വന്ന് കാണും. എന്നിട്ട് പറയും, സുഖതേട്ടാ സ്റ്റോപ്പിലൊന്നും നിർത്താണ്ട് അടിച്ചു വീക്കി പോണം. അപ്പൊ ഞങ്ങൾ വരുമ്പോ സ്റ്റോപ്പിലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് കിട്ടും. ഞാൻ വൈകുന്നേരം കണ്ടോളാം. അന്ന് ജോലിയോട് ആത്മാർത്ഥത കാണിക്കാണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയിരിക്കുന്ന കാശുകാരനായനെ. പക്ഷെ അതിന് സുഖതന കിട്ടില്ല. അതെ, മുമ്പ് കാക്കയല്ലേ ഉണ്ടായിരുന്നു. അതെ, പേന്റുമല്ല. പിന്നെ ഇപ്പൊ കളർ മാറിയല്ലോ. ഈ കാക്കിന്റെ പ്രശ്നം അല്ല, ഇത് തന്നെയാണ് ഇപ്പൊ KSRTC അവസ്ഥ. അന്ന് നിയമപാലകരടക്കം കാക്കയാണ് ഇടുക. കാക്കിക്കൊരു മതിപ്പുണ്ടാകും. അതേ നിയമം പാലിക്കുന്നവരായിരുന്നു ഡ്രൈവർമാരും കണ്ടക്ടർമാരും. അതുകൊണ്ട് അവർക്ക് കാക്കയായിരുന്നു. ഇന്ന് KSRTC-കാരന് സ്കൂൾ കുട്ടികളെ പോലെ കാണുന്നു. ഇപ്പൊ കളർ മാറിയല്ലോ. രണ്ടിന്റെയും മുമ്പ് KSRTC കളർ മാറേണ്ടേനെ. പിന്നെ അത് കളർ ചേഞ്ച് ആക്കല്ലേ ഇപ്പൊ നീലിയും വരെയെല്ലാം കൂടിയല്ലോ. അതൊക്കെ ഓരോ ഭരണങ്ങൾ മാറുമ്പോ പെയിന്റിന്റെ ആൾക്കാരായിട്ട് കണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഇങ്ങനെ. അപ്പൊ സുധേട്ടാ, ഞങ്ങള് വന്ന എന്താ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. അതിപ്പോ എന്താ ഇത് അത്ര ചോദിക്കാറ്? നിങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യണ ആൾക്കാർ. ഇപ്പൊ KSRTC ഡ്രൈവർ, അവള് കണ്ടക്ടർ. നിങ്ങൾ ഒപ്പം വേണമെങ്കിൽ ഒഴിവുള്ള ദിവസമൊക്കെ വരാലോ. എപ്പോ വേണമെങ്കിൽ ഇവിടെ വരാം. ഈ വരവിന് ഒരു പുതിയ ഉദ്ദേശം. എന്താ? നിങ്ങൾക്ക് അറിയാലോ. അവൻ എനിക്ക് അറിഞ്ഞൂടെ. നീ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യുമ്പോ ഞാൻ അവിടെ ഡ്രൈവറായിട്ട് ഇല്ല. സുധേട്ടനെ ഇറങ്ങി 2 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതാണ് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പഴേ എനിക്ക് 10-20 കൊല്ലമായിട്ട് പോകാനറിയാം. നല്ല ചെക്കനാ. അല്ല, ഇപ്പോഴുള്ള ചെക്കന്മാരെ ചെറുപ്പക്കാരെ പറ്റി പറയുമ്പോ ബനെ പറ്റിയൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം പറയാൻ പറ്റൂല. പക്ഷെ ഇപ്പൊ കള്ളുടിയില്ല, സിഗരറ്റ് വലില്ല, ഒരു ദുശീലങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു ഡ്രൈവറൊക്കെ കിട്ടാന്ന് പറഞ്ഞ ഭാഗ്യമില്ലേ. അപ്പോ ഓനിപ്പോ 32 വയസ്സായി. അച്ഛനും അമ്മയില്ല വ്യാരിക്ക്. അല്ല, അതൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട്. ഒറ്റണ്ടടിയാണ്. അപ്പൊ ഓനിപ്പോ ഒരു കല്യാണം കഴിക്കണം. വേണം. 32 വയസ്സായതല്ലേ പറഞ്ഞു. ഇത് എവിടേക്കാ നീട്ടിക്കൊണ്ട് പോണേ? അത് നമ്മളെ കുടുംബത്തിൽ തന്നെ വേണമെന്നൊരാഗ്രഹം. അത് നന്നായി. നമ്മൾ ജാതി മതമൊന്നും നോക്കരുത്. അടക്ക അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അവനെ കെട്ടിക്കാം. അതല്ലാന്ന് നമ്മളെ KSRTC കുടുംബ പറയണത്. ഓ, അങ്ങനെ. പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇവനൊരു കണ്ടീഷൻ വണ്ടിയാണ്. നല്ല പുള്ളിങ് ആണ്, നല്ല മൈലേജ് ആണ്, നല്ല ടോപ്പ് കർഷനാണ്. അപ്പോ പറഞ്ഞു വന്നെന്താ വെച്ചാലേ, നിങ്ങളെ മോള് ലക്ഷ്മിനോട് ഇവനൊരു ഇഷ്ടമുണ്ട്. അതിപ്പോ നിങ്ങളെ മോക്ക് തിരിച്ചു ഇങ്ങോട്ടുണ്ടെന്ന് ഞമ്മക്കൊക്കെ അറിയാം. ഇപ്പൊ കണ്ടക്ടർ ഡ്രൈവറൊക്കെ ആണല്ലോ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ വിവരം നിങ്ങളോടൊന്ന് പറയണോ. ഞമ്മക്കിത് ഒരു കുടുംബ കല്യാണം. അതായത് ഇപ്പൊ നിങ്ങളും KSRTC, ഞാനും KSRTC, മോളും KSRTC, ഞാനും അതെ ഉണ്ണിയും. അപ്പൊ ഒരു KSRTC കല്യാണമായിട്ട് അങ്ങോട്ട് വരണമെന്നൊരാഗ്രഹം. ഒരു ടെൻഷൻ വേണ്ട. അതെ, ഒന്ന് എസ് കൂടിയാ മതി. ഞാൻ 2 അടിക്കും വണ്ടി വിടും. അപ്പൊ നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോഴാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഒന്ന് ആലോചിക്കല്ലേ ഇപ്പൊ ഇതിന്റെ അകത്ത്. എന്താ ആലോചിക്കാനുള്ളത്? നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കല്ലേ. അത്ര നല്ലൊരു ചെക്കനും. ഹരിജാതിന് എനിക്കറിയാം, അവൻ നല്ല പയ്യനാണ്. അവനെ പോലെ ഒരു പയ്യൻ എന്റെ മോളെ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഭാഗ്യമില്ല. പക്ഷേ അത് വേണ്ട, അത് നടക്കില്ല. അതിന്റെ സുഖം അത് എന്റെ മോൾക്ക് ഞാൻ മാത്രമേ ഉള്ളേ.
അവളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കൂന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛനൊന്നല്ലേ. പക്ഷെ അവളെ കെട്ടുന്നവനെ ഒരു നല്ല തൊഴിൽ വേണം, വരുമാനം വേണം. ഇതിപ്പോ KSRTCയിലെ ഡ്രൈവറാണ്, കണ്ടക്ടറാണ്. അവർക്ക് എന്നാ ശമ്പളം കിട്ടുകയെന്ന് ഉറപ്പുണ്ടോ? ഞാനൊരു KSRTC പെൻഷൻ പറ്റിയ ആളാ. എനിക്ക് എപ്പോഴാ പെൻഷൻ കിട്ടുക വല്ല ഉറപ്പുണ്ടോ? മറിമായം.